കോമഡി മസാലയുടെ ഇന്നത്തെ ഈ പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഓഡിയൻസിനെ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് എന്നോടൊപ്പം ഈ സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ടുപേരെ കൂടി സ്വാഗതം ചെയ്യുന്നു. ബിനു അടിമാലി ആൻഡ് നെൽസൺ. യെസ്, അങ്ങനെ അവർ രണ്ടുപേരും എത്തിയിട്ടുണ്ട്. നെൽസൺ ചേട്ടൻ ആൻഡ് ബിനു ചേട്ടൻ ഒരു തകർപ്പൻ സ്കിറ്റുമായിട്ട് വേദിയിലേക്ക് എത്താൻ പോവുകയാണ്. ടീം കോമഡി മേക്കേഴ്സ്. വയറ് കുറയ്ക്കാനുള്ള വഴി പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് നീ ലെഫ്റ്റ് റൈറ്റ് പറഞ്ഞിട്ട് നീ അങ്ങ് ലെഫ്റ്റ് ആകാൻ നോക്കുന്നു. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാം. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാണ്. പോലീസ് സ്റ്റേഷൻ പറഞ്ഞോണ്ട് എന്നെ എവിടെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്? അതിനക്ക് നീ അറിഞ്ഞില്ലേ സംഭവം? ഇല്ല. എടാ, നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ മണ്ടയിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു മരം മറിഞ്ഞു വീണു. അന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനിലാണ് തകർന്നു പോയില്ലേ. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനായിട്ട് വാടകയ്ക്ക് എടുത്തേക്കുന്നതാണ് ഈ വീട്. ഈ ഇടിഞ്ഞു മുളിഞ്ഞ വീടാ? അതെ അതെ. നീ പൊക്കോ. ഞാൻ ഇതിന്റെ വാടക എങ്ങനെ 1500 രൂപ കൊടുക്കുന്നുള്ള ടെൻഷനില്ല ഞാനേ. അയ്യോ സാറ് മണ്ടൻ തന്നെ. അങ്ങനെയല്ല, വെളിയിലോട്ട് ചെന്നിട്ട് ഇങ്ങനെ ഊതിപ്പിക്കുന്ന സാധനം വെച്ച് ഊതിച്ചു കഴിഞ്ഞാൽ സാറിന് എത്ര രൂപ ഉണ്ടാക്കാം? ഊതിപ്പീരോ? അല്ല, ഈ മറ്റേ ബ്രീത്ത്. ഓ, മറ്റേ മദ്യ. എടാ, അതെടുത്ത് പറിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ പിള്ളേരുടെ ഫീസ് എങ്ങനെ അടയ്ക്കും പറ. ഓഹോ, ശരി. എന്നാ 10-15 ഹെൽമെറ്റ് വേട്ട നടത്തിക്കൂടെ? ഇവിടെ നീ ഒരു പ്രതിയാണെങ്കിലും നിനക്ക് ഭയങ്കര വിവരം കേട്ടോ. അടിക്കുന്നില്ല ഞാൻ കേട്ടോ. ഒരു മിനിറ്റ്. ഹലോ, എന്നാടി? ഞാൻ സ്റ്റേഷനില് എന്നോട് പറഞ്ഞിട്ടില്ലടി ആവശ്യമില്ല. ഞാൻ ഡ്യൂട്ടിക്ക് നിൽക്കുമ്പോ വിളിക്കരുന്ന് പറഞ്ഞിട്ടില്ലേ? ഇച്ചിരി നീ ഫോൺ വെക്ക കേട്ടാ. വീട്ടിൽ നിന്ന് പെണ്ണുമ്പളയാന്നേ. ഡ്യൂട്ടിക്ക് എന്നറിയാലോ അപ്പൊ വിളിക്കും. എന്നിട്ട് പറയും ആവശ്യമില്ലാത്ത അത് മേടിച്ചോണ്ടോ ഇത് മേടിച്ചോണ്ടോ പെട്ടെന്ന് വന്ന്. ഇപ്പൊ തന്നെ ആണെങ്കിൽ കൊച്ചു നഴ്സറി പോകുന്നില്ല, അവന് കിൻഡർ ജോയ് മേടിച്ചോണ്ട് ഇപ്പൊ അങ്ങോട്ട് ചെല്ലാൻ. ഇവളൊക്കെ കാലവാരി അടിക്കുമല്ലേ വേണ്ടത്. സാർ അങ്ങനെ പറയരുത്. നമ്മൾ ഭാര്യമാരെ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഭാര്യമാരെന്ന് പറയുന്ന കുടുംബത്തിന് നിലവിളക്കാണ്, ഐശ്വര്യമാണ്. ഞാനൊക്കെ പണി കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോഴത്തന്നെ അവളിങ്ങനെ ഉമ്മറക്കൊല്ലല്ലോ ഇങ്ങനെ ഒരു നിപ്പാണ്. എന്നിട്ട് ചേട്ടാ എന്നുള്ളൊരു വിളി, ആ വിളി കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് സാറേ. പിന്നെ സാർ അങ്ങനെ പറയരുത്. അവരങ്ങനെ ഒരിക്കലും അങ്ങനെ പറയാനും പാടില്ല കേട്ടാ. നീ വന്നേ, അവരില്ലാതെ വരുമ്പോഴേ സാറ് നമ്മൾ മനസ്സിലാക്കുള്ളല്ല. പോട്ടെ, ഞാൻ പെട്ടെന്ന് അങ്ങനെ എൻ്റെ ഒരു ഇമോഷനിൽ പറഞ്ഞും പോയി. പോട്ടെ, എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് സാർ, ഒരുപാട് മിസ് ചെയ്യുന്നു. സാറില്ല, പോട്ടെ. അറിയല്ലേ, ഞാൻ ഒരു കാര്യം ചെയ്യ്. നീ വിഷമിക്കൊന്നും വേണ്ട. നീ ഇവിടെ ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ അവളെ സുഖമായിട്ട് ജീവിക്കുക. ഒരു ദിവസം നിങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് വാട്ടോ. നീയും ഭാര്യയും കൂടെ ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് വാ. അയ്യോ, അത് പറ്റത്തില്ല. അതെന്താ? അവളെ ചവിട്ടി കൊന്നിട്ടല്ലേ ഞാനിങ്ങോട്ട് വന്നത്. കൂമ്പേ വരും കേട്ടാ. നിന്റെ കളിയും ചിരിയൊക്കെ ഇന്ന് മാറും. ഇങ്ങോട്ട് വരാൻ പോകുന്ന ആരാ നിനക്ക് അറിയാമോ? ആരാ? കട്ടപ്പന മുതൽ മൂന്നാർ വരെ തൂത്തുവാരിയ ആളാ. തൂത്തുവാരാനാണെങ്കിൽ അപ്പുറത്തെ രമണി ചേച്ചിയെ വിളിച്ചാ പോരെ, അവര് നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്യും. എടാ അല്ലെന്ന്. പിന്നെ SI സാർ ഇങ്ങോട്ട് വരുമെന്ന്. സാറ് വന്നു കഴിഞ്ഞു. അടിപൊളി കിടുത്തനായിട്ടുണ്ട്. ഇപ്പം വീടെ വിരൽ കൊണ്ട് കണ്ട കൃഷ്ണമണി തീർത്ത് തോട്ടിപ്പോയനല്ലോ. ഒന്നുകൂടെ കാണിച്ചോ, കാണട്ടെ. അടിപൊളി സല്യൂട്ട് ആയിട്ടുണ്ട്. ഇതാരെ? അത് പ്രതി. ഹലോ പ്രദീപ്, എന്തുകൊണ്ട് വിശേഷം? വിശേഷം പ്രദീപോ? നിങ്ങൾ നേരത്തെ അറിയുന്നാണോ? അല്ല, ഇയാളല്ലേ പറഞ്ഞ പ്രദീപാന്ന്? സാറ് പ്രദീപ് അല്ല, പ്രതി. കഞ്ചാവ് വിറ്റുന്നവൻ. ആരോടും ചോദിക്കാതെ സംസ്ഥാനം വിൽക്കുവോളാം. സാറെന്താ പറഞ്ഞ സാറേ? ഇയാളല്ലേ പറഞ്ഞു പഞ്ചാബ് വിറ്റുന്നു? പഞ്ചാബ് അല്ല, കഞ്ചാവ് വിറ്റുന്നാ പറഞ്ഞത്. പഞ്ചാബ് വിറ്റുന്നു. ഞാനിപ്പോ ലൈവ് വന്നിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. ഇന്നലെ 8 മണിക്കാണ് എന്നെ പിടിച്ചോണ്ട് വന്നത്. എന്നെ മാരകമായ മൃഗീയമായി ക്രൂരമായി ആക്രമിക്കുകയും എന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയാണ് ഈ സാർ ചെയ്തത്. എന്റെ അംശമാണ് സത്യം. ഞാനൊന്നും ചെയ്തില്ല. എന്റെ നല്ല നടപ്പിന് വിടല്ലേ.
ചക്കൊരു ഉമ്മ. അപ്പൊ സാറ് നല്ല പയ്യനെന്നാണ് പറഞ്ഞത്. നല്ല സാറെന്നാണ് നല്ല പറഞ്ഞത്. പയ്യനാ. നല്ല സാറിന് വിടണ്ട. പാവമാണ് സാറ്. ഓക്കെ, കുഴപ്പമില്ല. സാർ നാണമില്ല സാറ്, സാറ് SI അല്ലേ, അവര് പിടിച്ചിടിക്കാൻ നോക്ക്. എടാ, അതിനകത്ത് പോയി പറഞ്ഞാൽ നീ അന്നാ നല്ല നടപ്പിന് വേണേ കോഴിക്കോട് പോകേണ്ടി വരും. ഇയാള് പോയി ഇടിക്കണം. ഞാൻ അടിക്കാം, ഇങ്ങോട്ട് മാറും. അപ്പൊ സാർ PC സാറും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. സാറും എന്നെ മൃഗീയമായി പീഡിപ്പിച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇല്ല, ഞാൻ ഒന്നും ചെയ്യില്ല. മൊത്തം നിന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഉമ്മ. ഈ രണ്ട് സാറുമാരെ എനിക്ക് ഉമ്മ തന്നുകൊണ്ട് എനിക്ക് യാതൊരു വിധ പരാതിയില്ല. ഇവരെ ഒരിടത്തും വിടാൻ വേണ്ട. ഓക്കെ, ബൈ ബൈ. ഞാൻ പിന്നെ ലൈവിൽ വരും. ഓക്കെ, ഓക്കേ, ഓക്കേ. കട്ട് ചെയ്തോ? കാണിച്ചേ. ലിനോവ. ലിനോവയല്ല, ലിനോവ. ലൈവ് നിന്റെ പൊക്കിയെടുത്ത് അകത്തടേ, പൊക്കിയെടുത്ത് അകത്തടേ. ഇവൻ നമ്മൾ എവിടെ ഇടും? ആ, പുതിയ സ്റ്റേഷനാണല്ലോ പറഞ്ഞത്. സെല്ലില്ലല്ലേ? പുറയിലങ്ങനെ കക്കൂസ് വല്ലതും ഉണ്ടോ? ആ, അതിനകത്തോട്ട് കയറ്റിയിടും. അപ്പൊ അതിനൊരു ശിക്ഷയും കൂടെ എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ അടിപൊളി കിഴക്കനായിട്ടുണ്ട്. ഇയാളെ ഏൽപ്പിച്ചപ്പോഴേ എനിക്കറിയായിരുന്നു. സൂപ്പർ ആയിട്ടുണ്ട്. പോലീസ്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റേഷനകത്തോട്ട് അങ്ങോട്ട് കയറാം. അയ്യോ, അകത്തോട്ടല്ല. നമുക്ക് വാടകയ്ക്ക് തന്നിരിക്കുന്ന ഈ ചാർത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മള് എങ്ങനെയുണ്ട് പുതിയ സെറ്റപ്പ് ഒക്കെ? നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. രാഹുകാലത്തിന് നമുക്ക് ഇതിനകത്തോട്ടാ കയറേണ്ടത്. എന്ന് പറഞ്ഞാൽ താജ്മഹൽ അല്ലേ പറഞ്ഞുണ്ടാക്കിയിട്ടിരിക്കുന്നത്. നല്ല സെറ്റപ്പ്. പക്ഷേ ഈ ചെറിയ വാടകയ്ക്ക് നമുക്ക് ഇതല്ലേ കിട്ടുള്ളൂ. ചെറിയ വാടകയ്ക്ക് എടാ, ഒരു പോലീസ് സ്റ്റേഷൻ ആണെന്ന് അറിയിക്കാനായിട്ട് ഒരു ബോർഡെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വെക്കാൻ. ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് സാർ. കൊണ്ടുകൊണ്ട് വെക്കാൻ. അയ്യോ, മറന്നുവല്ലോ. ബോർഡ് കൊണ്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് സാറേ? കിടുക്കാച്ചി ബോർഡല്ലേ? നല്ല കിടക്കാനായിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ? തിളക്കമൊക്കെ ഉണ്ടല്ലോ. അത് നമ്മൾ നോക്കി നിൽക്കണം. ഫ്ലൂറസെന്റാ. ആരാ എഴുതിയത്? ഞാനാ. അടിപൊളിയായിട്ടുണ്ട്. പെയിന്റ് വല്ലതും ബാക്കി ഇരിപ്പുണ്ടോ? എന്നാ സാറേ? അതിന്റെ താഴോട്ട് സോഡ നാരങ്ങ വെള്ളം ചായ കാപ്പി വിൽക്കപ്പെടുന്നത് ബോർഡും കൊണ്ട് വെച്ച് കൊണ്ടുപോകണം കേട്ടോ. സാറേ, അതുകൊട്ടെ. അതെ, ഇതെന്തോ സാധനം? ഇത് നമ്മുടെ ഫയലൊക്കെ അവിടെ വെക്കാൻ അവിടെ ഒരു പട്ടി വെച്ച് കിടക്കുക. അതുകൊണ്ടെല്ലാം കൂടെ ഇവിടെ പെറുക്കി വെച്ചേക്കും. ഈ സാധനം കണ്ടിട്ട് എനിക്ക് എന്തോ ഓർമ്മ വരുന്നതെന്ന് അറിയാവോ? എന്നാ സാറേ? ചിന്തിക്കടയുടെ മുന്നിൽ വളയും മാലയൊക്കെ കച്ചവടം ചെയ്യാതിരിക്കുന്നതിന്റെ തൊട്ട് ഞാനിവിടെ ഇപ്പൊ ഇരിക്കേണ്ടി വരും. എന്താണോ ഇത്? സാറേ, നമുക്കേ അതൊക്കെ പോട്ടെ. ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. ഒരു വലിയൊരു സസ്പെൻസ് ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്തോ സസ്പെൻസാ? സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ വീട് ചാർത്തെങ്കിൽ ചാർത്ത്, അത് മതി. എനിക്ക് മനസ്സിലായി. മറ്റേ നമ്മുടെക്കടാ ആരാ? ശാന്തയല്ലേ? രമണി, സുധ, സുശീല. സാറേ, ആണുങ്ങളുടെ പേര് ആരെങ്കിലും ഉണ്ടോ? ആണുങ്ങളുടെ പേരൊന്നും അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. എന്നാ ഞാൻ ആ സസ്പെൻസ് അങ്ങ് പൊളിക്കാൻ പോവാ. പൊളിച്ചാട്ടെ. സാറിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള്? ഏറ്റവും ഇഷ്ടപ്പെട്ട പറയാട്ടെ. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കണക്ക് പിടിപ്പിച്ച ഒരു കുര്യൻ സാറിന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ആ സാറിന്റെ വീടേത്? അയ്യോ എന്നെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കണക്ക് പഠിപ്പിച്ച അങ്ങനെ എന്നെ അടിയാന്നറിയാം. എനിക്കിപ്പോഴും അതിനെ പേടിയാണ്. കാലമാണ് ഇത് മാത്രമേ കിട്ടിയുള്ളൂ ഇവിടെ. എന്ന് വെച്ചാൽ ഈ വാടകയ്ക്ക് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടണ്ടേ? എനിക്കിപ്പോഴും അയാളെ ഭയങ്കര പേടിയാ. എനിക്ക് ഭയങ്കര പേടി. സാറ് സാറൊരു SI അല്ലേ? ചുമ്മാ നിന്നൊക്കെ അറിയാതെ. സാറ് വരുന്ന ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞത്. സാറ് വരുന്നുണ്ട്. എന്റെ ദൈവമേ, ഇത് എവിടെ പോയി ഒളിക്കാനാ? എന്റെ പൊന്നു കുഞ്ഞെ, എനിക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാ സാറേ? ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ നീ എന്നെ മണ്ടനായിരുന്നടാ. മൂട് കീറിയ നിക്കർ വിട്ട് മൂക്കട്ടെ ഒലിപ്പിച്ച് കുളിക്കത്തുമില്ല, നനയ്ക്കത്തുമില്ല. എന്നാലും എന്റെ പൊന്നു കുഞ്ഞെ, എനിക്ക് സന്തോഷമായി. ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി അവൻ പഠിച്ചു പോലീസായി, SI ആയി. അവൻ തന്നെ എന്റെ വീട്ടിലേക്ക് താമസിക്കാൻ വരുമ്പോ അതിന്റെ ഒരു ക്രെഡിറ്റ് ആർക്കാ? അത് പിന്നെ സാറിനാണല്ലോ. അതാണ്. എന്നാലും എനിക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞെ. സാറിന് എന്താ സാറേ നിബന്ധന? എന്റെ ഫസ്റ്റ് നിബന്ധന എന്ന് പറഞ്ഞാൽ നിന്റെ ഈ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുന്ന പോലുള്ള തെറിവിളി, ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇവിടെ പറ്റത്തില്ല. അല്ല സാറേ, ഈ പോലീസ് സ്റ്റേഷൻ പ്രതികളെയൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ചെറിയ ചീത്ത വിളി ചെറുതായിട്ടൊക്കെ. നിനക്ക് എന്റെ അടിയുടെ സുഖം അറിയാമോ? എനിക്ക് വേണ്ട. നിനക്ക് അടി വേണോ? ഞാൻ ചീത്ത വിളിക്കത്തില്ല. പിന്നെ രണ്ടാമത്തെ നിബന്ധന എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 6 മണിയാകുമ്പോ ലൈറ്റും കെടുത്തും ഗേറ്റ് അടയ്ക്കും. അതിന് മുമ്പ് മുള്ളിയേച്ച് 2 പേരും കയറി കിടക്കും. സാറേ, കൃത്യസമയത്ത് സൂപ്പർ മാർക്കറ്റ് ഒന്നും അല്ലല്ലോ. 6 മണിക്ക് അടച്ചാൽ അങ്ങനെ അടി വേണോ? അടി വേണോ? അടച്ചു, 6 മണിക്ക് അടച്ചു. അതുപോലെ പുറത്തുനിന്ന് ആരെ എന്റെ കോമ്പൗണ്ടിനകത്തോട്ട് കയറാൻ ഞാൻ സമ്മതിക്കാം. അങ്ങനൊക്കെ ചെയ്തോളാം സാർ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി കേട്ടോ. അപ്പൊ ഞാൻ അകത്തോട്ട് പോയിക്കോട്ടെ? അങ്ങോട്ട് ചെല്ലേ. ഓക്കെ, കണ്ടിന്യൂ. എന്റെ പൊന്നു കുഞ്ഞെ, നീ അങ്ങോട്ട് ചെന്നിട്ട് എനിക്ക് അടി കിട്ടും. ഹലോ. ഉണ്ട് സാറ് കൊടുക്കാം. സാറേ, ഒരു മിനിറ്റ്.
ഇത് ഞങ്ങളുടെ വാർഡിലെ മെമ്പറാ പത്മനാഭൻ. ആ അതെ അതെ, സാർ. അവനോട് എനിക്ക് സംസാരിക്കുന്ന ഇഷ്ടമല്ല. ഇല്ല, സാറേ വന്നേ, ഞാൻ ഉടക്കം അവനോട്. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു സാറേ. ആ ഹലോ എസ് ആണ്. നീ എന്നോട് ആജ്ഞാപിക്കണോടാ പാട്ടി? ഇടിച്ച് നട്ടൽ നൂർത്തി, ഞാൻ ഇടിച്ച് നട്ടൽ നൂർത്ത് കേട്ടോളാ പന്നപ്പാല. അറിയാതെ പറഞ്ഞു. HPP, ഞാൻ ആദ്യാക്ഷരം കുറിച്ച് ഈ നാവ് കൊണ്ട് ചീത്ത വിളിക്കുന്നു. വാ ഇവിടെ, ഞാൻ വന്നു വാ ഇവിടെ. വന്നു. ഇനി ചീത്ത വിളിക്കുവോ? ഇല്ല, അയ്യോ, 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 ഇല്ല, വിളിക്കത്തില്ല. നിന്നെ ആരാ ഇതൊക്കെ പഠിപ്പിച്ചത്? അയ്യോ, നിന്നെ ആരാ ഇതൊക്കെ പഠിപ്പിച്ചത്? വിളിച്ചതാ. ഞാൻ ആരാ നിന്റെ? എന്നെ പഠിപ്പിച്ച സാറാ. ആ അധ്യാപകന്മാരുടെ മുന്നിൽ നിന്ന് ചീത്ത വിളിക്കാമോ? വിളിക്കത്തില്ല, സത്യം. ഇനി വിളിക്കരുത്, ഇല്ല. വിളിക്കരുത്. ഇല്ല. കേട്ടല്ലോ? ഓക്കേ. ഇല്ല. ഹലോ. ആഹാ. കിട്ടിയോ? മിണ്ടണ്ടാ. ഈ സ്റ്റേഷൻ എങ്ങനെയും മാറ്റാനുള്ള നടപടി ഉണ്ടാകുക. അത് പോട്ടെ, ആ ഇന്നേ ആ. ഡിവൈഎസ്പി പറഞ്ഞേക്കോ നമ്മുടെ സെന്റ് മേരീസ് പള്ളിയിൽ പെരുന്നാളല്ലേ, ആ. അവിടെ 8 മണിക്ക് റാസ ഇറങ്ങും. ആ. അപ്പൊ നമ്മളോട് 7 മണിക്ക് നമ്മളോട് അവിടെ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. 7 മണിക്ക് നമ്മൾ ഡ്യൂട്ടിക്ക് റിപ്പോർട്ട് ചെയ്യണം. ശരി, 7 മണിക്ക് പോയേക്കാൻ കുഴപ്പമില്ല. അല്ല, എന്താ സാറേ? എത്ര മണിക്ക് പോകണമെന്നാ പറഞ്ഞേ? 8 മണിക്ക് റാസ, 7 മണിക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. എന്താ സാറേ കാര്യം പറ? കാലമാണ് 6 മണിക്ക് ഗേറ്റ് പൂട്ടത്തില്ല, പിന്നെ അങ്ങനെ പോകാനാ? എന്താ സാറേ, സാറൊന്ന് ചോദിച്ചു നോക്ക്. ഞാൻ വരുന്നില്ല, പോ, എനിക്ക് ചോദിക്കാൻ വയ്യ. ഞാൻ വരുന്നില്ല, നാണമില്ല ഈ കപ്പട മീശം വെച്ചിട്ട് ചോദിച്ചു നോക്ക്. സാറേ, വിളിക്ക്. കുര്യൻ സാറേ. ഉരിയാ സാറേ! ഇത് എന്നാ സുരേഷ് PP? അല്ല, ഇവനെ ആണ്ടൊക്കെ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. എനിക്കല്ല, സാറിന് ഏതാണ്ട് പറയണ്ടെന്ന്. സാറേ, ഞാൻ അപ്പുറത്തെ പള്ളി ഭയങ്കര മുട്ടൻ റാസ് നടക്കുവാണേ. അവിടെ ഇപ്പം ഭയങ്കര ചെന്നോളമൊക്കെ ഉണ്ട്. അപ്പം DGP പറഞ്ഞു ഞങ്ങളോട് എല്ലാവരും അങ്ങോട്ട് ചെല്ലാൻ. ഞങ്ങൾ പോട്ട് പോടോ, നിങ്ങൾ വരാം. 7 മണിക്ക് പോട്ട് 8:30 ആകുമ്പോഴത്തേക്ക് വരാം. പൊക്കോ പൊക്കോ പൊക്കോ. അടിപൊളി, രക്ഷപ്പെട്ടു. പോയിട്ട് അതുവഴി അങ്ങ് പൊക്കോണം. അയ്യോ, അപ്പൊ എനിക്ക് സ്റ്റേഷൻ വരണ്ടേ? വേണ്ട, ഏ ഞാൻ 6 മണിയാകുമ്പോൾ ഗേറ്റ് അടയ്ക്കാം. അതിനു മുമ്പ് തിരിച്ചു വരാന്നുണ്ടെങ്കിൽ പൊക്കോ. സാറേ, അവിടെ ഭയങ്കര ചെണ്ടമേളമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഡ്യൂട്ടിക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. നിന്നെ ആരാ ഇങ്ങനെ ചെണ്ടപ്പുറത്ത് കോലി വീഴുന്നിടത്തൊക്കെ പോകാൻ പഠിപ്പിച്ചത്? രാംജെ, ഇനി പോകുവോ? ഇല്ല, പോകത്തില്ല. ഇനി പോകുവോ? ഇല്ല, പോകത്തില്ല. മര്യാദക്ക് ഇവിടെ ഇരിക്കാമോ? ഇരിക്കാം. കേറിപ്പോ, രണ്ട് ചാർത്തിൽ പോ. അപ്പൊ ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോവുകയാണ്. ചോദിച്ചോട്ടെ? അപ്പൊ നെൽസൺ മോന്റെ അടുത്ത് തന്നെ ആദ്യം ചോദിക്കാം. ഒരു ചതുർഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? ഒരു ചതുർഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? 12 ആണോ? 6 അല്ലേ? അല്ല 12. ഇന്നലെ എങ്ങനെയാ പറഞ്ഞു? 12 എന്നാ പറഞ്ഞു. ആണോ? ഇന്നലെ 12 എന്നാ മാഷ് പഠിപ്പിച്ചത്. ആണോ? ആണ് 12 എന്നാ പഠിപ്പിച്ചത്. നീ എന്റെ അടുത്തേലും ആലോചിച്ച് നോക്കി, ഇന്നലെ 12 എന്നാ പറഞ്ഞത്. 12 എന്ന് തന്നെ പറഞ്ഞത്. എന്നാ ചിലപ്പോ പുതിയ സിലബസിറ്റി ആയിരിക്കും. ശരിയാ. എന്നാൽ അടുത്ത ചോദ്യം സുരേഷ് PP. No, സാർ. ഇങ്ങോട്ട് വാ, എന്നാ സാറേ? ഇങ്ങോട്ട് വാ. ആ, ദ്വിമാന സമവാക്യത്തിന്റെ പൂർണ്ണരൂപം പറയുക. A square minus B A square is square minus B square, ACB, B ബ- square, ബ- ബ- ബ. ACB. നാട് ഭരിക്കുന്ന രസയോട് ഞാനൊരു ചോദ്യം ചോദിച്ചപ്പം വാ ഇവിടെ. വരാം. അങ്ങനെയല്ല, മുട്ടേ വാ, അയ്യോ, മുട്ടേ വാ. എല്ലാരും ചിരിക്കുന്നു. അവര് ചിരിക്കും, നീ മുട്ടേ വാ. എല്ലാരും പറ. കളിയാക്കുന്നു. പറ. A square, B square, MB3. നിനക്ക് അറിയത്തില്ല. അയ്യോ, അറിയത്തില്ലല്ലേ? ഇല്ല സാറേ, മറന്നുപോയി. മറന്നുപോയി. അറിയത്തില്ലെങ്കിൽ കൈയുടെ വെക്ക്. ആ, എന്റെ ലാടൻ നിന്നെ കൊണ്ട് ആ, പറയിക്കും. അമ്മച്ചേ. ഡാന, അയ്യോ. തീറ്റ, ആ. ഓസ്. ആ. ഇതിൽ തീറ്റ മാത്രമേ നിനക്ക് പ്രയോജനപ്പെട്ടുള്ളല്ലേ കുഞ്ഞെ? അല്ല സാറേ. അയ്യോ. അയ്യേ. കേറിപ്പോ രണ്ടും. ആഹാ. കാലമാണ് കൊല്ലത്തേ ഉള്ളേ. ഞാൻ അകത്ത് കുറച്ചു നേരം വിശ്രമിക്കാൻ പോവാ. ഞാൻ ഒരുപാട് ക്ഷീണിതനാണ്. ആ. ഇവിടെ കിടന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കി എന്നെ വെറുതെ ഇങ്ങോട്ട് വരുത്തി തല്ലി മേടിക്കരുത്. ഇല്ല. കേട്ടല്ലോ? ആ. ആ. എന്റെ അവസാനത്തെ വിശ്രമമാണോ? ഏറ്റു വരാതിരുന്ന ദൈവമേ, എനിക്ക് സാറേ, നമ്മുടെ മോഷണ കേസിൽ നമ്മൾ പിടികിട്ടാതെ നടന്നൊരുത്തനില്ലേ നമ്മുടെ, നമ്മളന്ന് സാറിനെ പറ്റിച്ചിട്ട് പോയില്ലേ? 7 ദിവസം അവൻ എന്നെ ഓടിച്ചതാ. ആ, അവനെ നാട്ടുകാർ പിടിച്ചത് വാതൊക്കെ കൊണ്ട് നിർത്തിയിട്ടെന്ന് പറഞ്ഞ് വിളിച്ചേക്കുന്നു. ഞാൻ അവനൊരു തത്തീനും കൊടുത്ത് ഇങ്ങോട്ട് കയറ്റി കൊടുത്തു. ഒറ്റ ഒരെണ്ണം കൊടുത്ത് എനിക്ക് കിട്ടിയതിന്റെ എല്ലാം കൂടെ ഞാൻ അവന് കൊടുത്തോളാം. ഇപ്പൊ അവനെ ശരിയാക്കി. പിടിക്കങ്ങോട്ട്. ഡാ, 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 ഡാ. വട, 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 വട.
ഇടിച്ചതിന് കാലമാടൻ ഉറങ്ങാൻ പോയേക്കുവാ. ശബ്ദം കേട്ട് വരും. ഒരു കാര്യം ചെയ്യ്. താൻ ഇവിടുന്ന് പോയിട്ട് ഒരു ലോഡ്ജ് മുറി ആയാലും മതി. 500 രൂപ കൂടുതൽ ഞാൻ തരാം. ഇന്ന് തന്നെ ഈ കെട്ടവും പൂത്തലും എല്ലാം കൊടുത്തോണ്ട് നമുക്ക് സ്റ്റേഷൻ അങ്ങോട്ട് മാറാം. എന്താ സാറേ എന്നാലും ഇവനെ എനിക്ക് ഇവന്റെ രണ്ടര കൊടുക്കാൻ കൊടുക്കാം കുഴപ്പമില്ല. അതുവരെ ഞാൻ ഇവനെ അറേഞ്ച് ചെയ്തോളാം. അത് ഞാൻ ഏറ്റു. താൻ ഇതൊന്നും നോക്കണ്ട. ആ കാലമാടം ഒന്ന് അടിക്കുമ്പോ അതുകൊണ്ടല്ലേ നീ എങ്ങനെ ഞാൻ പോവാം നോക്കാം എങ്ങനെയും പോവാം. പോയിട്ട് വരട്ടാ. ആ ശരി. ഒരു നേരിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. കേട്ടോ നല്ല ആരെങ്കിലും നീ വന്നേ. ഹലോ സാർ. നല്ല വിശേഷം അങ്ങനെ പോകുന്നു. ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്താ അവിടെ സാറ് വരാനാണോ മാല മോട്ടിച്ചത്? എന്താ സാറേ ഞാനല്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. മോട്ടിച്ചിട്ടില്ല? ഞാൻ മോട്ടിച്ചിട്ടില്ല. പട്ടി കയ്യെ കടിക്കുന്നോളാ. ഇതാ ഒന്നുമില്ല സാറേ, ഇവിടെ ഒരു പട്ടി കയറിയതാ. കടി വിടറാ. മാല മോട്ടിച്ചത് നീയാണോ? ഞാനല്ല. എന്റെ മോട്ടിച്ചതോ? ഞാനല്ല. ഒന്നുമില്ല സാറേ. ടുക്കുറുമോനാണോ, ചുണ്ടിരുമോനാണോ, അമ്പട്ടിമോനാണോ, ടക്കുറുമോനാണോ? കളിക്കല്ലേ, കരയല്ലേ. നല്ല മോനാ കേട്ടോ. മാല മോട്ടിച്ച മോനല്ലേ? അല്ലേ? അല്ലടാ റോക്കൻ. ഇതാരാ ഇത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അപരിചിതരെ ഈ പ്രഖ്യാത്ത് കേട്ടരുതെന്ന്? അല്ല അപരിചിതനല്ല സാറേ. പിന്നെ പിന്നെ കട്ടപ്പനയിൽ നിന്ന് എന്റെ വിവരം അന്വേഷിക്കാൻ വന്ന എന്റെ ചേട്ടനാ. സ്വന്തം ചേട്ടനല്ലേ? ചേട്ടൻ എന്റെ സ്വന്തം ചേട്ടായി. ചേട്ടനാണോ? ചേട്ടനാ എന്റെ സ്വന്തം ചേട്ടൻ. സാറേ ഇതാ എന്നെ 1ാം ക്ലാസ് പോലെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച് എനിക്ക് ഭയങ്കര പേടിയുണ്ടെന്ന് പറഞ്ഞ കുര്യൻ സാർ. ആ എനിക്ക് ഭയങ്കര പേടിയാ. സുരേഷ് പീപ്പിയുടെ ചേട്ടനാണല്ലേ? എന്നാ പേര്? ഫിറോസ്, രതീഷ്, സുരേഷ്. അല്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പേരാണ്? അല്ല ഞങ്ങള് നീ ആ പേര് എന്നാ പറഞ്ഞേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പേരാണെങ്കിൽ ഇൻഷൽ തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ സുരേഷ് പി പി, ഇത് സുരേഷ് സി സി. അതെങ്ങനെയാ ഈ ഇൻഷൽ തമ്മിൽ അങ്ങനെ? എന്റെ ദൈവമേ, ഞങ്ങൾ അച്ഛനും അമ്മയും രണ്ടാണെങ്കിലും അമ്മയും അച്ഛനും ഒന്നാണത്തിൽ അല്ലോ. പിന്നെ സുരേഷ് പീപ്പിയുടെ ചേട്ടൻ സുരേഷ് സി സി എന്ത് ചെയ്തു? ഞാൻ ഈ കഞ്ചാവ് ബിസിനസ് ഒക്കെ സാറേ ഈ പഞ്ചാബിലാണല്ലോ പുള്ളിക്ക് പരിപാടി എന്ന് പറഞ്ഞ. പഞ്ചാബിലാണ്. എങ്ങനെ പോകുന്ന ബിസിനസ് ഒക്കെ? നഷ്ടം ഒരു പൊതിക്ക് 200 രൂപ. സാറേ അലോപ്പതി ഹോമിയോപ്പതി ഡോക്ടറാ പുള്ളി. ഓ ഡോക്ടറാണോ? വെരി ഗുഡ്. സുരേഷ് പീപ്പിയുടെ ചേട്ടൻ സുരേഷ് സിസിയോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനിരിക്കുകയായിരുന്നു. ആണോ? ഇവനെ ആരാ ഈ തെറിയൊക്കെ പഠിപ്പിച്ചത്? ഞാനല്ല. എന്തെല്ലാം ചീത്ത വാക്കുകളാ ഇവൻ പറയുന്നത്? സത്യം. നിങ്ങൾ വീട്ടിൽ ഇവനെ ഉപദേശിക്കണ്ടേ? അല്ല പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ചെറുപ്പം ചീത്തയൊക്കെ. സാറേ പോലീസ് സ്റ്റേഷൻ ആകുമ്പോ ചീത്തൊക്കെ പറയാം. പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ എന്റെ വിദ്യാർത്ഥികളൊന്നും തെറി വിളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾ വേണം ഉപദേശിക്കാൻ. ഞാനോ? പിന്നെ വേണമെങ്കിൽ 2 അടി വരെയും കൊടുക്കാം. എനിക്കോ? പിന്നെ തിരിച്ചു തല്ലൂലേ? നിന്റെ അനിയനില്ലേ, പിന്നെ നിനക്ക് തിരിച്ചടിക്കുന്നതിന് എന്താ കുഴപ്പം? കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലേ? ഒന്നുമില്ല, ധൈര്യമായിട്ട് ചോദിക്കാം. കൊണ്ട് പറയടാ. ഓ കൊള്ളാം, നല്ല കളിയാ. ഇങ്ങോട്ട് പറയടാ. ഇങ്ങോട്ട് പറയടാ. നീ വരുന്നവരെയൊക്കെ ചീത്ത വിളിക്കുമല്ലോ. ഇങ്ങനെ അടിച്ചാൽ ചത്തുപോകത്തില്ലേ? പോട്ടെ സാറേ, എങ്ങനെ ഇങ്ങനത്തെ ഒരു അനിയനെ എനിക്ക് വേണ്ട. സ്വന്തം ചോദ്യമാണ്, അങ്ങനെ പറയാൻ പാടില്ല. ഒരു കാര്യം, ഭയങ്കര ചൂടായിട്ടിരിക്കും. ഒരു കാര്യം, നമുക്ക് അകത്ത് പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് വിശ്രമിച്ച് ഒന്ന് കുളിച്ചിട്ട് 5 മണിയാകുമ്പോ ഇനി പോയാൽ മതി. ഞാൻ ഇതങ്ങനെ അങ്ങോട്ട് പറയുമെന്ന് വിചാരിച്ചിരിക്കുക. യാത്രയൊക്കെ 5 മണിയല്ല, 5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോകുന്നു. സന്തോഷം. നമ്മുടെ അച്ഛനും അമ്മയും പറഞ്ഞിട്ടില്ല അന്യരുടെ വീട്ടിൽ നിന്നും ആഹാരം കഴിക്കരുത്. 4 അക്ഷരം പഠിപ്പിച്ചു തന്ന മാഷ് നിനക്ക് ഇല്ല, ചൂടിനാണല്ലേ. സാറേ അവസാനം ഓടി അവസാനം ഞാനൊരു വീട് റെഡിയാക്കിയിട്ടുണ്ട്. സാറേ അവനെവിടെ എന്തി? അവനെന്തി? സാറേ അവൻ എന്തിന്ന് പറ. സങ്കടക്കാരൻ പറഞ്ഞ മനസ്സിലായത് ഏത് ഭാഷ ഇത് ആരോടെ ചോദിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല. ഈ ഒരു എസ്ഐയും അവിടെ അങ്ങനെ പോയി ഇരി, ഞാൻ ചോദിക്കട്ടെ ആൾക്കാരോട് എന്നാന്ന്. ചേട്ടാ ഇവിടെ എന്താ സംഭവിച്ചേ? അതിപ്പോ പിന്നെ ഒരു കള്ളനുണ്ടായിരുന്നല്ലോ. ആ ഇവിടെ ഞാൻ കൊടുത്തിട്ട് ആ അയാള് ആ മാഷ് വന്നപ്പോ ചേട്ടനാന്ന് പറഞ്ഞു.
അങ്ങനെ ചേട്ടൻ ഉപദേശിക്കുന്ന പറഞ്ഞ് കുറെ അടിയും നിസ്സാര കൊടുത്ത് ചേട്ടനാന്ന് പറഞ്ഞു. ആ അങ്ങനെ പറഞ്ഞിട്ട് കുറെ അടിയും കൊടുത്തിട്ട് അയാൾ ഇപ്പൊ മാഷിന്റെ കൂടെ 5 ദിവസം കഴിഞ്ഞ പോലെ സുഖമായിട്ട് അങ്ങോട്ട് പോയി. പോലീസുകാരെ അടുത്തല്ലേ? ആ അപ്പൊ ശരിയാക്കി തരാം. മനസ്സിലായി? ഇനി കാറി പറയണ്ട, എനിക്ക് ആ ചേട്ടൻ പറഞ്ഞു തന്നെ എല്ലാ സംഭവം. എന്നാ അവനെ കളിച്ച് SI പോലീസിന് നേരത്തെ കളി അവനോട് ഉറങ്ങാൻ പോയിരിക്കല്ലേ? ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. മിണ്ടായിരിക്കും സാറേ, ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. അയ്യോ 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 കൊല്ലല്ലേ അയ്യോ അയ്യോ സാറുണല്ലേ എടാ, സാറിനെ ഉണത്തല്ലേ എടാ, കൊടുത്തോ പോലീസുകാരുടെ അടുത്ത് അവന്റെ കളി കൊടുത്തോ കൊടുത്തന്നോ? ആരും പറഞ്ഞിട്ടില്ല സാറേ. ഞാൻ ചെന്നപ്പോഴേ അവൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു കരിമ്പൂടൊക്കെ പൊതിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങുക. ഇടിച്ചിട്ടുണ്ട്. 4 മാസത്തേക്കാണ് അവൻ എഴുന്നേറ്റ് നിൽക്കത്തില്ല. അങ്ങനെയുണ്ട് പോരെ? 7 ദിവസത്തേക്ക് എണ്ണിച്ചത് പറഞ്ഞത് ഇതോ അയ്യോ അയ്യോ നീ ആർക്കിട്ടാണോ അടിച്ചേ ഇപ്പൊ എനിക്ക് പിന്നെ കിട്ടും. അയ്യോ സുരേഷ് പിപി. അയ്യോ 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 ചുമ്മാ ചോറിട്ടേച്ച് കിടന്നുറങ്ങിയ എന്നെ ഈ മഹാമായി വന്ന് എടുത്തിട്ട് ഇടിച്ചു പോച്ചു. സാറേ പറയത്തില്ലായിരുന്നു ഞാൻ സാറാന്ന് പറയത്തില്ലായിരുന്നു. ഞാൻ സാറാന്ന് പറഞ്ഞപ്പോ തെറി വിളിക്കുന്നോടാ പട്ടീന്ന് പറഞ്ഞോട്ട് കരിമ്പടം എടുത്തോട്ടെ അണ്ണാക്കി കുത്തി കേട്ടോ. സാറേ ഒരു കാര്യം ചെയ്യും, ഞങ്ങളിത് തന്നെ ഇതെല്ലാം പെറുക്കി കെട്ടി പൊക്കോളാം. അയ്യോ നിങ്ങളൊരിടത്ത് പോകണ്ട, ഞാൻ എന്റെ മകളുടെ വീട്ടിലോട്ട് കാര്യം പൊക്കോളാവേ. ഈ അവസരത്തിൽ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ചോദിക്കുക. അത് നേരത്തെ തന്ന ആ കുരുമുളക് ഇട്ട് വെച്ച കറിയില്ലേ, അത് ചിക്കനാണോ അതോ മട്ടനാണോ? യെസ്, അങ്ങനെ നമ്മൾ ഈ ടീമിന്റെ ഒരു ഗംഭീര പ്രകടനം കണ്ടു, കുറെ അധികം ചിരിച്ചു. ഓഡിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? നല്ല പെർഫോം ആയിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. എന്ത് പറയണു ഈ സൈഡിലുള്ള ആളുകള്? ചിരിച്ചോ? നന്നായിട്ട് ചിരിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു ബിനു ചേട്ടാ ഒരു എക്സ്പീരിയൻസ്? അത് ഇപ്പോൾ ചോദിക്കാനൊന്നുമില്ല, കാരണം അടിപൊളി. ഈ രീതിയിലാണ് കോമഡി മസാലയിൽ നമ്മുടെ ആർട്ടിസ്റ്റുകൾ വരുന്നതെങ്കിൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പരിപാടി ഗംഭീരമായിട്ട് മുമ്പോട്ടും യാതൊരു സംശയം വേണ്ട. കാരണം ഇപ്പം ഈ കടന്നു പോയതെല്ലാം നമ്മൾക്ക് മുമ്പേ നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒക്കെ കടന്നു പോയിട്ടുള്ള അധ്യാപകരൊക്കെ അല്ലേ, എല്ലാ സ്കൂളിലും പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളിൽ ഇതുപോലത്തെ ഒരു അധ്യാപകൻ ഉണ്ടാവും. നമ്മുടെ വിനോദ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അത് ഏത് പൊസിഷനിലെത്തിയാലും നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി പണ്ട് കിട്ടിപ്പോയത് അവിടെ കിടക്കും. ലൂയിസ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പോലീസുകാരനായിരുന്നു. പോലീസിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. ഷിഹാബിൻ്റെ കാര്യം പറയണ്ട, അടിപൊളിയായിട്ടുണ്ട് എല്ലാം സൂപ്പർ. ജയറാമിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത്, നല്ല അടിപൊളിയായിട്ട് ആ അവതരണ ശൈലിയും ആ ഒരു അധ്യാപകൻ്റെതായിട്ടുള്ള എല്ലാ കറക്റ്റാണ്, സംസാര ശൈലിയും കാര്യങ്ങളെല്ലാം കറക്റ്റായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ പിടി വിട്ട് ചിരിക്കുമായിരുന്നു ഇവിടെ. എനിക്ക് അധികം പറയാനില്ല, അത്രയ്ക്ക് രസമായിട്ടായിരുന്നു. ലൂയിസ് ആയാലും ഷിഹാബ് ആയാലും എല്ലാവരും നന്നായിട്ട് ചെയ്തിരുന്നു. നല്ല സത്യം നല്ലത് കാണുമ്പോൾ നമ്മൾ എനിക്കിങ്ങനെ പതുക്കെ ചിരിക്കാൻ പറ്റത്തില്ല. നല്ലത് കണ്ടു കഴിഞ്ഞാൽ ഉറക്കെ ചിരിച്ചു പോകും. ഞാൻ ഇവിടുന്ന് ചിരിച്ചിട്ട് ഊപ്പാട് വന്നു. സത്യം ഡയലോഗ്, നീ ആ കപ്പട മീശയും വെച്ചോണ്ട് ഇങ്ങനെ നിന്ന് കരയാതെ എന്ന് പറയുന്നത് പോലെ. അപ്പൊ പേടി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഒരു പരിധി വരെ, അധ്യാപകർക്ക് സ്നേഹം വേണം സ്നേഹം വേണ്ടെന്നല്ല, പക്ഷെ എന്നാലും ആ പേടിയുടെ ഒരു ചെറിയൊരു കയ്യകലം അധ്യാപകരോട് പാലിക്കാൻ തക്ക ഒരു ഇത് വേണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. ആ ഒരു റെസ്പെക്റ്റ്, ഒരു പേടി ഉള്ളത് ഒരു പരിധി വരെ നമ്മളെ നല്ല വഴിക്ക് നടക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് എന്ന് തോന്നുന്നു. നമ്മുടെ ഈ ടീമിന്റെ കിടലൻ പെർഫോമൻസിന് എത്ര സ്റ്റാർസ് ആണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് നമ്മുടെ ഓഡിയൻസിനോട് ചോദിക്കാം. ഓഡിയൻസ് മെജോറിറ്റി 4 ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ടീമിന് കിട്ടിയിരിക്കുന്നത് 4 സ്റ്റാർസ് ആണ്. ദാറ്റ് മീൻസ് 5000 റുപ്പീസിന്റെ ഒരു ക്യാഷ് വൗച്ചർ കൂടി അവർക്ക് ഇതിന്റെ കൂടെ സമ്മാനമായിട്ട് കിട്ടുന്നു. അപ്പൊ ആ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് ബിനു ചേട്ടനെയും നെൽസൺ ചേട്ടനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ്. നമ്മുടെ മുന്നിലേക്ക് ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായി ഇന്നത്തെ എപ്പിസോഡിൽ എത്താൻ പോകുന്ന ആളെ ഞാൻ കൂടി സ്വാഗതം ചെയ്യുകയാണ്. മിസ്റ്റർ ജെയിൻ ചേർത്തല. നമസ്കാരം. കോമഡി മസാലയിലേക്ക് സ്വാഗതം. അപ്പൊ ഈ മസാലയ്ക്ക് കുറച്ച് ഫ്ലേവർ കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട്? ഞാൻ കുറച്ച് ഫിലിം സ്റ്റാർസിന്റെ ശബ്ദാനുകരണം, പിന്നെ രാഷ്ട്രീയക്കാരുടെ ശബ്ദം, പിന്നെ ഒരു
നാടൻ പാട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. നാടൻ പാട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാം കൂടി ഉള്ള ഒരു മസാല തന്നെയാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. നമുക്ക് കേട്ട് നോക്കാം. ആദ്യമായിട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ ശബ്ദമാണ് ഓക്കെ. ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത്. സന്നിഹിതരായിരിക്കുന്ന എല്ലാ നല്ലവരായ കലാ ആസ്വാദകർക്കും ആദ്യം തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ കോമഡി എന്ന് എഴുതിയേക്കുന്നത് മഞ്ഞ കളറല്ലേ? അതെ. ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത് മഞ്ഞ കളറല്ലേ? അല്ലേ? അതെ. എന്നാ പിന്നെ പറയാൻ എന്നാ ഇത്ര മടി? അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഗുരുദേവ. അടുത്തതെന്താ? പൊക്കമില്ലായ്മയാണ് തന്നെ പൊക്കമെന്ന് തെളിയിച്ച നമ്മുടെ തിരുവനന്തപുരത്തിന് അഭിമാനമായ ശ്രീ കൊച്ചു പ്രേമനായി. കൊച്ചു പ്രേമൻ ചേട്ടൻ. പക്ഷേ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന പോലെ തന്നെ വീടിൻ്റെ മുമ്പിൽ കുട്ടിയുണ്ട് മുണ്ട് പറിക്കുന്നു കൂടി ഒരു ബോർഡ് വെക്കണം. നട്ടപ്പാതിരായിട്ടോ ഫലമൂലാദികളോ വേണേ വല്ല തക്കാളി പഴവും കൊണ്ട് തരാം. എന്താ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ. അടിപൊളി. അടുത്തത് ജോക്കർ എന്ന സിനിമയിലൂടെയും ഇപ്പം സീരിയലൊക്കെ സജീവമായി നിൽക്കുന്ന നമ്മളുടെ TS രാജു. അദ്ദേഹത്തിന്റെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ്. 10,000 റുപ്പീസ് ഞാൻ എവിടുന്ന് എടുത്ത് കൊടുക്കാനാ? എൻ്റെ കയ്യിലുണ്ടോ ബാബു, ബിച്ചു ബാബു കണ്ട കൈയൊടിഞ്ഞതിനെയും കാലൊടിഞ്ഞതിനെയും പരിരക്ഷിച്ചെൻ്റെ സർക്കാസ് കമ്പനി തന്നെ മുടിഞ്ഞു. നിനക്കും പോണോ? പൊയ്ക്കോ. താങ്ക് യു. ബ്രില്യന്റ്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആമേൻ എന്ന സിനിമയിലൂടെ ഒരു തിരിച്ചുവരവ് നടത്തിയ നമ്മളുടെ ജോയ് മാത്യു. ഓക്കെ. ഞാൻ ഈ ഇടവുപള്ളിയിൽ വികാരിയായിട്ട് വർഷം 16ആയി. ഈ 16 വർഷക്കാലവും പള്ളി ബാൻഡ് തോറ്റ് ചിഹ്നപ്പാടി ചരിത്രമേ ഉള്ളൂ. പള്ളിയിൽ ന്യൂ ഇയറിന് പോലും കുർബാനയിൽ പങ്കെടുക്കാത്ത സോളമൻ ഇനി പള്ളി ബാൻഡിൽ വായിക്കല്ല. പള്ളി ബാൻഡിന് ചെല്ലും ചെലവും കൊടുക്കുന്നത് പാപ്പനല്ല, പള്ളിയാ. സോളമ, മൈൻഡ് ഇറ്റ്. വെരി ഗുഡ്. അടുത്തത് ചെമ്പൻ വിനോദ്. ഇപ്പം ന്യൂ ജനറേഷൻ്റെ താരങ്ങളുടെ ഒരു അതെ, ചെമ്പൻ വിനോദ്. സാറേ ഈ ജയിൽ പുള്ളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 99 പേരും അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്. ഇതിപ്പോൾ തീപ്പെട്ടി പടത്തുമ്പോൾ പേരെഴുതി വെച്ചുള്ളൊരു കളിയാണ്. ഏത് നമ്മളങ്ങോട്ട് നറുക്കായിടും. ആർക്കാ നറുക്ക് വീഴുന്നത് അവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. നീ കേൾക്കുന്നുണ്ടോടാ? മിമിക്രി വേദിയിൽ സിനിമയിലെത്തിയ നമ്മളുടെ ഒരു താരമായിരുന്നു നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നമ്മളുടെ സ്വന്തം NF വർഗീസ് ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ശബ്ദം അറിയാമല്ലോ. നമ്മളെ അനൗൺസ്മെൻറ്റിങ് ആണ് അദ്ദേഹം കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളത്. അദ്ദേഹം ലേലം എന്ന സിനിമയിൽ മദ്യപിച്ചുകൊണ്ട് പറയുന്ന ഒരു ഡയലോഗാണ്. ചാക്കോച്ചിയുടെ മൂടും താങ്ങി നടന്നിട്ടുണ്ട് അവന് കിട്ടിയൊരു വിദ്യയെ. അവൻ്റെ അണ്ണാക്കിലേക്ക് കൈയിട്ട് കൊത്തി നോക്കിയാലും അവൻ സത്യം പറയത്തില്ല. കരിമ്പ്രായി സണ്ണിച്ചൻ പറഞ്ഞതിൻ്റെ ബാക്കി പറഞ്ഞിട്ട് പോടാ പൊന്നു മോനെ. ഇടാ നീ കേൾക്കുന്നുണ്ടോന്ന്. സംഗീത സംവിധായകനായിട്ടുള്ള ശരത്തിന്റെ ശബ്ദമാണ്. കൂട്ട ഇത് എന്തോന്ന് പെർഫോമൻസ് ആയിരുന്നു കൂട്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങളുടെ രോമം വരെ എഴുന്നേറ്റ് നിന്നു. ഇത് 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 ഇങ്ങനെ പാടാൻ പറ്റൂ? ഇത് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ. അപ്പോൾ അടുത്ത തവണ വരുമ്പോഴും കൂടുതൽ മാർക്ക് മേടിക്കണം കേട്ടോ മോനെ. എന്നാൽ ശരി, ആയിക്കോട്ടെ. അടിപൊളിയായിരുന്നു. മിമിക്രി വേദിയിൽ നിന്ന് എത്തിയ മറ്റൊരു താരമാണ് നമ്മളെ ബിനിച്ചേട്ടൻ്റെയൊക്കെ നാട്ടുകാരൻ, ഇടുക്കിക്കാരനായിട്ടുള്ള ജാഫർ ഇടുക്കി. പടച്ചോനെ എന്നാ ചെയ്യാനാ, എന്നാ ഇടപാടെന്ന് പറയാം. എൻ്റെ ഈ 2 കയ്യിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, ഈ തേങ്ങ വെച്ച് കിട്ടുന്ന കാശ് കൊണ്ട് കുറച്ച് പത്രം മേടിച്ചിട്ട് ചുമ്മാ അങ്ങോട്ട് ശപിച്ചാലോ? അല്ല, എന്നാ പിന്നെ ഞാനെ കൊണ്ട് പോട്ടെ. നമ്മളെ ബ്രിട്ടാസാണ് പിന്നീട് വന്നത്. ബ്രിട്ടാസിനോടൊപ്പം വേദി പങ്കുവെക്കുവാനെത്തിയത് നമ്മളുടെ വാനമ്പാടി ജാനകി അമ്മയും. ബ്രിട്ടാസും ജാനകി അമ്മയും. ജോൺ ബ്രിട്ടാസും ജാനകി അമ്മയും. അതെ. ഇന്ന് ഈ വേദി പങ്കുവെക്കുവാനെത്തിയിരിക്കുന്നത് നമ്മളുടെ വാനമ്പാടി ജാനകി അമ്മയാണ്. ജാനകി അമ്മ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം ആലപിച്ചാലും? അത് இந்த இடத்தில் வந்த எப்படி பாட முடியும்? എങ്ങനെ പാടിയാലും വേണ്ടില്ല, പ്രേക്ഷകരെ രസിപ്പിക്കാൻ വേണ്ടി ഒരു ഗാനം ആലപിക്കണം. അത്
കൊഞ്ച നേരം സമയമില്ല ജാനകിയമ്മ, ഇനിയും ഒരുപാട് പരിപാടികൾ നടക്കാനുള്ളതില്ലേ? അതല്ല ഞാൻ വന്ന സോങ് കൊഞ്ച നേരം സോങ് പാടലാം. ഓക്കെ, ജാനകിയമ്മ ആലപിക്കുന്ന കൊഞ്ച നേരം എന്ന ഗാനം നമുക്കൊന്ന് കേട്ട് കളയാം അല്ലേ? ഓക്കെ, നമ്മളെല്ലാരും നന്നായിട്ട് എൻജോയ് ചെയ്തല്ലേ? അടിപൊളിയല്ലായിരുന്നു കുറച്ച് സമയം. യെസ്, അതുപോലെ സ്റ്റാർസിനെ ചെയ്തതും ഒക്കെ വളരെ എടുത്തു പറയത്തക്ക വണ്ണം മികച്ചതായിരുന്നു. വെരി ഗുഡ്. അപ്പം വെരി സൂൺ നമുക്ക് വീണ്ടും മറ്റ് സ്റ്റേജുകളിൽ കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. കുറച്ചുകൂടെ മുന്നോട്ട് പറയും. ഞാനോ? ഫ്രെയിം ഔട്ട് ആകാതെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. കുറച്ചുകൂടെ മുന്നോട്ട് പറയും. അല്ല, നിങ്ങൾ ആരാ? എനിക്കറിയത്തില്ലല്ലോ. എന്നെ എങ്ങനെ അറിയും? എനിക്ക് വലിയ പരസ്യമൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ എന്നെ എങ്ങനെ അറിയും? വേണേ ഞാൻ എന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. ആയിക്കോട്ടെ. ഞാൻ വൈറൽ സാബു. വൈറൽ സാബു. വൈറൽ സാബു, അതെന്താ അങ്ങനെ ഒരു പേര്? അതായത് ഈ ചില പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെ അവരറിയാതെ അവരുടെ ചില അബദ്ധങ്ങൾ ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടും. എന്നിട്ട് അത് വൈറലാകും. അതാണ് ഞാൻ വൈറൽ സാബു. അയ്യേ, വൈറലാക്കുന്നത് കൊണ്ടാണ് എന്നെ വൈറൽ സാബു എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? അത് ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ്. എന്ത് മോശം? ഞാൻ വൈറലാക്കിയല്ലോ, ഒരു നല്ല നന്മയല്ലേ ചെയ്യുന്നത്. കുട്ടിയുടെ ഗ്രൂപ്പ് ഏതാണ്? എന്റെ ഓപ്പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യമല്ല ചോദിച്ചത്. പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ഏതാണ്? ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പിലും ഇല്ല. ഇല്ലേ? ഇല്ല. എങ്കിൽ നമ്പർ തരൂ, ഞാൻ എന്റെ തൊഴുത്തിൽ ഗ്രൂപ്പിൽ കയറ്റിയേക്കാം. എന്ത് ഗ്രൂപ്പാ? തൊഴുത്തിൽ കുത്ത്. ഗ്രൂപ്പാ? അതെന്റെ ഗ്രൂപ്പാണ്, ഞാനാണ് അതിന്റെ അഡ്മിൻ. എന്റെ പൊന്നേട്ടാ, എനിക്ക് ഈ ഗ്രൂപ്പിലൊന്നും വന്ന് ആരോടും ചാറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. എന്തിന് സമയം? എന്തിന്? രാത്രി 12 മണി കഴിഞ്ഞ് ഒരു ഒറ്റ ഹായ് അതിൽ പിടിച്ച് ഞാൻ കേറിക്കോളാം. ഇമാതിരി കുറെ പേര് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ തന്നെ എക്സിറ്റ് അടിച്ച് വേറെ വഴിക്ക് പോകുന്നത്. മനസ്സിലായോ? അങ്ങനെ പറയരുത്. ഞാൻ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കാത്ത ഒരു മനുഷ്യനാണ്. അത്ര മാന്യനാണോ നിങ്ങള്? അത്ര മാന്യനെന്നും ചോദിച്ചാൽ അങ്ങനെയല്ല. 24 മണിക്കൂർ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇങ്ങനെ ചാറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ എവിടെയാണ് കുട്ടി സമയം? അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് കുടുംബമൊക്കെ ഉണ്ടോ? നിങ്ങൾ കല്യാണം കഴിച്ചാണോ? കല്യാണം അതൊരു കഥയാണ്. ചുരുക്കി പറ. അത് തേഞ്ഞു മാഞ്ഞു പോയി. എന്ത്? വൈഫ് തേഞ്ഞു മാഞ്ഞങ്ങ് പോയെന്ന്. വൈഫ് തേഞ്ഞു മാഞ്ഞു പോയി? അതെങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകുന്ന ഒരാൾ? അതായത് ഞാൻ കല്യാണം കഴിക്കുമ്പോൾ തന്നെ അവരൊരു 40 ഗ്രൂപ്പിലെ അംഗമായിരുന്നു. 40 ഗ്രൂപ്പിൽ. അത് മാത്രമല്ല 24 മണിക്കൂർ അവൾ മൊബൈൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ തെറ്റിച്ച് വിരല് തേഞ്ഞ അവൾ ഇപ്പൊ മാഞ്ഞു പോയി. ഇങ്ങനെ ഒരുത്തന്റെ കൂടെ തെളിഞ്ഞു വരുന്നത് ഞാൻ കാണുന്നുണ്ട്. അവനെ ഞാൻ പൊക്കും. അത് ഞാൻ പൊക്കിക്കോളാം. എന്റെ ചേട്ടാ, ഈ 24 മണിക്കൂർ ഈ ഫേസ്ബുക്കിൽ തന്നെ നോക്കിക്കൊണ്ടല്ലോ, നിങ്ങൾക്ക് അതിന് എന്ത് കിട്ടാനാ? തല്ല് കിട്ടും. അതും കിട്ടാറുണ്ടോ? നല്ല തല്ല് കിട്ടും. അല്ലെ, എപ്പോഴാ തല്ലൊക്കെ കിട്ടാറ്? അതായത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടു. ഒന്നും മടിച്ചില്ല, ഞാൻ നല്ലൊരു കമന്റ് അങ്ങിട്ടു. നല്ല കമന്റ്? നല്ല കമന്റ്. എന്തായിരുന്നു നല്ല കമന്റ്? നല്ല കിടുക്കാച്ചി കണ്ണാണല്ലോ, നല്ല മൂക്കാണല്ലോ, പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം എന്നും പറഞ്ഞ് നല്ലൊരു തലക്കെട്ടോടുള്ള ഒരു കമന്റ് അങ്ങ് കിട്ടും. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പം കുറെ ചെറുപ്പക്കാർ വന്ന് എന്നെ ഇറഞ്ചം പുറഞ്ചം തല്ലി. അടിപൊളി. കാളം കൂളം എന്നെ തല്ലി. മോശം ഭാഷ ഉപയോഗിച്ചോണ്ടല്ലോ അല്ലേ? അല്ലല്ല. എന്ത് പറ്റി അങ്ങനെ തല്ലാൻ? അതല്ലേ സംഭവം. ഈ തല്ലാൻ വന്നതിൽ ഒരുത്തന്റെ പെങ്ങളായിരുന്നു ഈ പെൺകുട്ടി. അത് കഴിഞ്ഞ ദിവസം കായലിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇതൊന്നും അറിയാതാണ് ഞാൻ ഈ വെടലത്തരം എഴുതി പിടിപ്പിച്ചത്. വെടലത്തരമാണെന്നപ്പോ ചേട്ടൻ അറിയാം. മരിച്ച പെൺകുട്ടിയുടെ മരണ വാർത്ത അറിയിക്കുന്ന പോസ്റ്റിന്റെ താഴെയാണ് ഞാൻ ഈ ചെയ്ത് ചെയ്തത്. അക്ഷരാഭ്യാസം ഇല്ലല്ലോ അല്ലേ? നന്നായി. എന്റെ ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്ന് ഇങ്ങനെ കമന്റ് ചെയ്ത് അങ്ങനെ വലിയ പ്രതികരണങ്ങളൊക്കെ അറിയിക്കാതെ നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങി വരൂ. നിങ്ങൾ ആ മുഖം കാണിച്ച സമൂഹത്തിൽ ഇറങ്ങി വന്നിട്ട് വേണം നമ്മുടെ പ്രതികരണം നാട്ടുകാരെ അറിയിക്കാൻ. അല്ലാതെ ഒളിച്ചിരുന്നിട്ടല്ല. മനസ്സിലായോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. മുട്ടടിക്കും. ഞങ്ങളുടെ ഈ ഒളിച്ചും പാത്തു വിരുന്നിടുന്ന കമന്റിന് ഒരു സുഖമുണ്ട്. അറിയാമോ? ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവരും ഞങ്ങൾ കൊല വിളിക്കും. പക്ഷേ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഞങ്ങൾ ചെയ്യില്ല. ഇയാളുടെ പേര് വൈറൽ പനി. വൈറൽ പനിയല്ല, വൈറൽ സാബു. വൈറൽ സാബു. വൈറൽ സാബു. എന്താണ് പരിപാടി? എന്താണ്? അതായത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ അബദ്ധങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മൊബൈലിൽ ചിത്രീകരിച്ചിട്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ട് നിങ്ങളെ വൈറലാക്കി തരും. ഞാൻ പിന്നെ അശ്വതി ഒന്ന് വൈറലാക്കണമെന്ന് വിചാരിക്കും. അശ്വതിയെ ഒന്ന് വൈറലാക്കി എടുക്കണം. അത് എങ്ങനെ ചെയ്യും? 24 മണിക്കൂർ ഇങ്ങനെ ഓടി നടക്കല്ലേ കൊച്ചെ. എവിടെയെങ്കിലും ഒന്ന് തട്ടി വീണു അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് സംഭവിക്കുമ്പോൾ ഞാനത് മൊബൈലിൽ ഷൂട്ട് ചെയ്ത്
ഞാനത് യൂട്യൂബിലും ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്ത് അത് വൈറലാക്കി എടുക്കും. അത് ശരിയാ. അപ്പൊ അട്ടികളുടെ അസുഖമാണ് അത്. അതാണ് സംഭവം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തല്ലും കിട്ടാറുണ്ട്. അത് കിട്ടണം. അശ്വതിയെ തനിക്ക് വൈറലാകണോ? എനിക്ക് വൈറലാകണോ? എനിക്ക് വൈറലാവണോ? താല്പര്യമില്ല, എന്നാലും കേക്കട്ടെ. എങ്ങനെയാണ് കേക്കട്ടെ. നിസ്സാര സംഭവം. ഇപ്പൊ ഞാൻ തന്നെ അത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ. നെൽസന്റെ ഈ ഭാഗത്ത് ഒരു കൊതു കടിക്കുന്നു വിചാരിക്കുക. അശ്വതി ഇത് കാണുന്നു, ഓടി വന്ന് ആ കൊതുകിനെ സഹോദര സ്നേഹം കൊണ്ടാണ് കേട്ടോ, ആ കൊതുകിനെ ഇങ്ങനെ അടിച്ചോടിക്കുന്നു. ഞാനത് ഷൂട്ട് ചെയ്യുന്നു, എന്നിട്ടൊരു തലക്കെട്ട് കൊടുക്കുന്നു. എന്താണ് തലക്കെട്ട്? എന്താണ്? പെണ്ണിന്റെ അഹങ്കാരം. ആങ്കർ ഒരു ആർട്ടിസ്റ്റിനെ തല്ലി. സൂപ്പർ ഐഡിയ. അപ്പൊ അവിടെ നെൽസൺ വൈറലാകുകയാണ്. അപ്പൊ ഞങ്ങളൊക്കെ അങ്ങനെ ആയിക്കോട്ടെ, കുറെ ഇങ്ങനെ ആകുന്നുണ്ടല്ലോ. താങ്കൾക്ക് താല്പര്യമുണ്ട്, താങ്കൾക്ക് വൈറലാവണ്ടേ? എന്നെ ആര് വൈറലാക്കാണ്? ഞങ്ങൾ ആക്കാം. ആണോ? എങ്ങനെ? അതൊക്കെ ഐഡിയ ഉണ്ടെന്ന്. സൂപ്പർ ഐഡിയ അല്ലേ? ഐഡിയ ഞാൻ പറയാം. അതായത് താങ്കൾ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നു, ഞാനിങ്ങനെ നിന്ന് ഉറങ്ങുന്നു. ഉറങ്ങുമ്പോൾ ഞാൻ വന്ന് താങ്കളെ തല്ലുന്നു. എന്നെ തല്ലുന്നു. അവിടെ ഞാൻ എങ്ങനെയാണ് വൈറലാകുന്നത്? ഞാൻ തല്ലുകൊള്ളുമ്പോ താൻ നെറ്റി ഉണരുന്നു. എന്നെ ദേഷ്യം നോക്കുമ്പോൾ അശ്വതി ഇരുന്ന് ചിരിക്കും, കളിയാക്കി ചിരിക്കുന്നു. അപ്പൊ തനിക്ക് ദേഷ്യം വരുന്നു. താങ്കൾ ചെന്ന് അശ്വതി അടിക്കുന്നു. ഇത്ര പോരെ? പിന്നെ ഇത്ര നല്ലൊരു അവതാരക തല്ലി എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഇട്ട് കൊടുത്താൽ താങ്കൾ എവിടെ ചെന്ന് നിൽക്കും? അതാണ് പറഞ്ഞത്. അപ്പൊ അതൊന്നും ചെയ്താലോ നമുക്ക്? ഒന്ന് ഷൂട്ട് ചെയ്യണം ഇത്. ഞാൻ ഉദ്ദേശിച്ച പോലെ നീ പൊരിച്ച മോനാണ്. നീ പൊരിച്ച മീനാണ്. നീ ഭയങ്കര സംഭവമാണ്. ശരി. അപ്പൊ അശ്വതി നോക്കാം. അപ്പൊ ഈ ചേട്ടൻ ഉറങ്ങുന്നു, ചേട്ടൻ അടിക്കണു, ഞാൻ ചിരിക്കുന്നു, പുള്ളി എന്നെ അടിക്കുന്നു. നല്ലപോലെ കളിയാക്കി ചിരിച്ചോട്ടോ, എനിക്ക് ദേഷ്യം. ശരി, ഓക്കെ. അപ്പൊ ചേട്ടൻ ഉറങ്ങിക്കോ? ഉറങ്ങല്ലേ? ഞാൻ വൈറലാകും. അപ്പൊ ഞാൻ ഉറങ്ങണം. അവിടെ അങ്ങോട്ട് മാറി നിന്ന് ഉറങ്ങിയാൽ മതി. ഇവിടെ നിന്ന് ഉറങ്ങിയാൽ വൈറലാകില്ലേ? അവിടെ തന്നെ നിൽക്കണം. അവിടെ നിന്ന് ഉറങ്ങിയ കാലയിലാവുന്നു. നന്നായിട്ട് ഉറങ്ങിയ നന്നായിട്ട് ഉറങ്ങണം. നല്ല തൂങ്ങിപ്പോട്ട്. അയ്യോ, അശ്വതി എവിടെ? അശ്വതി തനിക്ക് തല്ലാമല്ലുള്ള കുട്ടിയാണെന്നാ തന്റെ വിചാരം? അതെ, ഇവിടെ അവതാരമായിട്ട് ഞങ്ങൾ പൊന്നെ പോലെ ഉണ്ടാകുന്ന കുട്ടിയാണ്. തനിക്ക് തല്ലണം. അപ്പം അല്ല, എനിക്ക് വൈറലാവണ്ടേ? അപ്പം അത് പറ്റില്ല. അങ്ങനെ കുട്ടിയെ പിന്നെ ഞാൻ എങ്ങനെ വൈറലാകും? ഇതേ കൂടുതൽ എങ്ങനെയാണ് നീ വൈറലാകുന്നത്? ഇത്രയും പോരെ? ഇപ്പൊ ഒരു കാര്യം അത് ഞാൻ കാണിച്ചു തരാം, പറഞ്ഞുതരാം. പിന്നെ അത് എടുത്തിട്ടില്ലേ? ഉണ്ടല്ലോ, ഞാൻ തല്ലുന്ന എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അത് അങ്ങ് പോസ്റ്റ് ചെയ്താൽ മതി. ഒരു ആർട്ടിസ്റ്റ് നിങ്ങൾ തല്ലി വന്നു, ബഹളം വെച്ചു, തല്ലി. അപ്പൊ ആവില്ലേ? എന്താ അങ്ങനെ ചെയ്ത എന്റെ വിലയും നിലയും നഷ്ടമാകത്തില്ലേ? സമൂഹത്തിലുള്ള എന്റെ അന്തസ്സ് നശിക്കത്തില്ലേ? താനൊന്ന് വിട്ടിത്തരവാണി പറയുന്നത്. എന്റെ ആത്മാഭിമാനത്തിന് കോട്ടം തട്ടില്ലേ? അത് ശരി. അപ്പൊ നിന്നെ പോലുള്ളവർക്കുള്ള ഈ ആത്മാഭിമാനവും അന്തസ്സും അഭിമാനവും ഒക്കെ ഞങ്ങളെ പോലുള്ളവർക്കൊന്നും ഇല്ല. ഇതൊന്നും ഉണ്ടോ? ഉണ്ട്. തനിക്ക് ഈ പറഞ്ഞ അഭിമാനവും അന്തസ്സും എല്ലാം ഞങ്ങൾക്കും ഉണ്ട്. തനിക്കും ഉണ്ട്. ഉണ്ടാക്കി ചുരുട്ടി കച്ചത്തി വെച്ചു. കോമഡി മസാലയിലെ ഇന്നത്തെ ഫൺ, ഗെയിംസ്, എന്റർടൈൻമെന്റ് ഒക്കെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. വീണ്ടും പുതിയൊരു എപ്പിസോഡിലൂടെ കണ്ടുമുട്ടുന്നത് വരെ ബൈ ഫ്രം us.